ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമൊക്കെ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാ സുഖമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ സകല മോടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരനക്കം പോലും പറ്റിയില്ല കേട്ടോ. ദോശയുടെ മാവ് ഇഡ്ഡലിയുടെ മാവ് ഒന്നും മൂവ് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര വിഷമോട്ടോ. ഇന്ന് രാവിലെ അടുക്കളയിൽ കയറി എല്ലാ മോടും പോയിട്ടോ. നമ്മളങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കല്ലേ. എന്തായാലും ഒരു കട്ടൻ ചായ കുടിച്ച് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. അത് തിളച്ചതേ പൊടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് കടുപ്പായിട്ട് വേണം ഓഫാക്കാനെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദോശയുടെ മാവ് അനക്കം വയ്ക്കാത്ത കാരണം ഭയങ്കര ഒരു വിഷമായി പോയിട്ടോ. ഇനി നമുക്ക് രാവിലെ എണീച്ചൊരു 6 മണിക്ക് എന്തായാലും 6 മണിക്കുള്ളിൽ തന്നെ എന്തായാലും അടുക്കളയിലേക്ക് കയറും. അപ്പോൾ കുറച്ച് നേരത്തെ ആണല്ലോ എന്ന് വിചാരിച്ച് സമയമുണ്ടല്ലോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് കേട്ടോ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ 8:15 അവന് ബസ് വരും. എന്നാലും കുഴപ്പമില്ല, 1 മണിക്കൂറെങ്കിലും നമുക്ക് ഇങ്ങനെ സമയം കിട്ടുവാണെങ്കിൽ അപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മാറ്റം വന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. കുറച്ച് വെള്ളമൊന്ന് ചൂടാക്കി എടുത്തെങ്ങാണ്ട് ഒരു ബേസിൽ ഞാൻ ഊറ്റിക്കൊടുത്ത് അതിലേക്ക് വളയം വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ച് ആ ഒരു പാത്രം എടുത്തെങ്ങാണ്ട് ഇറക്കി വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളത്തിന് കുറവുണ്ടോയെന്ന് തോന്നിയെങ്ങാണ്ട് വെള്ളം കുറച്ചും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നെങ്ങാണ്ട് ചൂടടിച്ചിട്ട് എന്തെങ്കിലും അവനൊരു മൂവ് വരുവാണെന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വെച്ചേക്കണേയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വേറെ പണികളുണ്ടല്ലോ. അപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞപ്പോൾ ഈ ദോശയുടെ മാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മൂടും പോയിട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോൾ തണുപ്പ് കൂടുതലല്ല, അതിൻ്റെ ആയിരിക്കും എന്നെനിക്ക് തോന്നി. എന്തായാലും നമ്മുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫാക്കി ഇങ്ങാണ്ട് ചായ എടുത്തു കേട്ടോ. ഇനി ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് തലേ ദിവസം അലക്കിയിട്ടുണ്ടായില്ല, അതായത് ഇന്നലെ അലക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ആ തുണിയെല്ലാം വാരിയെടുത്ത് അലക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടോ. വെട്ടം വെച്ച് വരണേ ഉള്ളൂ കേട്ടോ. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൻ്റെയും തുടക്കം അടുക്കളയിലല്ലേ. അപ്പോൾ അടുക്കളയത്തെ കാര്യങ്ങൾ ഇന്ന് അങ്ങനെയായി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം മൂടും പോയിട്ടോ. പിന്നെ എന്തായാലും കുറച്ച് നേരം ഇവിടെ നോക്കിയിരുന്നു, ഒന്ന് വെട്ടം വെളിച്ചൊക്കെ വെച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേക്കും കുറച്ചൊക്കെ നേരമൊക്കെ ഒന്ന് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണി ഇന്നത്തെയും എല്ലാം കൂടെ വാരി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഈ അലക്ക് കഴിഞ്ഞാൽ പിന്നെ അകത്തെ പണികൾ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഉച്ച കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ അലക്കിൽ നിന്നാണ് കേട്ടോ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. എന്തായാലും ദോശയുടെ മാവ് പൊങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഈ 10-12 മണിക്കൂർ അത് അരച്ച് വെച്ച് ഇരുന്നിട്ട് പോലും ഒരു അനക്കം പോലും അതിന് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് ഒന്നും വരുമെന്നൊന്നും ഇല്ല. പക്ഷെ എന്നാലും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വെച്ചേക്കണേയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അലക്കമൊക്കെ കഴിഞ്ഞ് തുണി ഇത്രയും ഉണ്ട് കേട്ടോ. വലിയൊരു കുറ്റി ബക്കറ്റിൽ ഒരു ബക്കറ്റ് തുണി കഴുകി എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും 7:15 7:30 ആയിട്ടോ സമയം. അപ്പോൾ നമ്മുടെ മത്തങ്ങ അതേ ചാടി കിടപ്പുണ്ട് കേട്ടോ. രാവിലെ എണിച്ചിങ്ങാണ്ട് തുണി വിരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ മത്തങ്ങ ഇവിടെ ചാടി കിടക്കണേ കണ്ടേട്ടോ. മത്തങ്ങ കുംഭമാസത്തിൽ നമുക്ക് വിളയിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. സമയമാവാത്തതുകൊണ്ട് ഇങ്ങനെ പറിക്കാതെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ വള്ളിയെ കിടന്ന് തൂങ്ങി എന്നും അടുത്ത് കാരണം പുള്ളിയെ വള്ളി വിട്ടുങ്ങാണ്ട് ചാടി നിലത്തേക്ക് ഇട്ടിട്ടോ. അപ്പോൾ അതേ ഈ കുടംപുള്ളീൻ്റെ പുറത്തായിരുന്നു കേട്ടോ നമ്മൾ മത്തങ്ങ ഇരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വള്ളി വിട്ട് നിലത്തേക്ക് ചാടിയിട്ടുണ്ട്. കുറേ ആയിട്ടോ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതിൽ വള്ളിയൊക്കെ കിടന്ന് ഉണങ്ങിപ്പോയിട്ടാണ് മത്തങ്ങ ചാടിയത്. നമ്മളങ്ങനെ ചാടാത്ത കാരണം മുകളിൽ കയറി പറിക്കാനും പാടല്ല. അപ്പോൾ അത് കാരണം മൈൻഡ് ചെയ്യാണ്ട് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചതഞ്ഞോന്നൊക്കെ നോക്കണേയാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്രയും പൊക്കത്തിൽ നിന്ന് ചാടിയപ്പോൾ അതിനുള്ളിൽ വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല കേട്ടോ. പിന്നെ അതിൽ കുറച്ച് കൊക്കോ ഉണ്ട് കേട്ടോ. അത് പുളിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പൊട്ടിച്ചിട്ടേക്കണയായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് കൊക്കോയും കുരുമുളകും ഒക്കെ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ സീസൺ ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കുരുമുളക് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. കുരുമുളകിൻ്റെ പണി ആയി വരണേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും മുളക് പറിച്ച് തുടങ്ങും. അപ്പോൾ പറ്റും പോലെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ അതേ നമ്മളന്ന് കാട് കുറച്ച് സ്ഥലം ഓർക്കുണ്ടോ, മുറ്റത്തിൻ്റെ ആ ഒരു മുൻവശം റോഡിൻ്റെ അപ്പുറത്തെ വശമാണ് കേട്ടോ ഇത്. ഞാൻ ആ സൈഡിൽ കുറച്ച് ചെടിയൊന്ന് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂത്തു കേട്ടോ. നമ്മളെ ചെടിയൊക്കെ അങ്ങോട്ട് ഉണ്ടായോ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കാട് വളരുമ്പോൾ തന്നെ കാട് പറിച്ച് പെട്ടെന്ന് കളയാനും തോന്നും. ഇത് കാണാനും നല്ല ഭംഗിയുണ്ടാകൂലേ. അപ്പോൾ രാവിലെ 2 എണിച്ച് നേരെ പൂവ് കാണാൻ വന്നേക്കണെയാണ് കേട്ടോ. പക്ഷേ പൂവ് ഇന്നൊന്നും അല്ല കേട്ടോ വിരിഞ്ഞേക്കണം. ഒരാഴ്ചയായിട്ട് അതിൻ്റെ അകത്ത് പൂവ് ഇടയ്ക്കൊക്കെ 1-2 ആയിട്ട് വിരിയുന്നുണ്ട്. ഇന്നിപ്പോൾ കുറച്ചധികം കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. തുണി അലക്കി എടുത്തു എന്നല്ലാതെ തുണി വിരിച്ചില്ല കേട്ടോ. അത്രയും തുണിയൊക്കെ ഇനി വിരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ താമസിക്കൂലേ. അപ്പോൾ ചായ ഉണ്ടാക്കാനും താമസമായിരിക്കും. പിന്നെ ഇന്ന് അവൻ 8:15 എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 8:15 ബസ് വരും. അപ്പോഴത്തേക്കും ചായ കൊടുത്തെങ്ങാണ്ട് അവനെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പുറകിൽ കൊണ്ടുപോയി വിടാനായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതൊരു പണിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തുണി പിന്നെ വിരിക്കാമല്ലോ, സമയം ഉണ്ടല്ലോ, നേരം വെളുത്തല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ദോശയുടെ മാവ് ഇതേ
ചെറുതായിട്ടൊന്ന് തിക്കായെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പുളിച്ച് പൊങ്ങി വന്നിട്ടൊന്നുമില്ല. 1 മണിക്കൂറും കൂടെ വെച്ച കാരണം ചെറുതായിട്ടൊന്നും കൂടെ തിക്കായി വന്നെന്നുള്ളൂ. അപ്പോൾ അതേ ദോശ ചുട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് അരി വെള്ളത്തിലിട്ടതും അരച്ച് വെച്ചതും ഒക്കെ. പക്ഷേ ഇനി ഇഡ്ഡലി ആകുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹാർഡായി പോകുമല്ലോ. ശരിക്കും പുളിച്ച് പൊങ്ങാത്ത കാരണം ദോശയാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. പിന്നെ റിസ്വാനാണെങ്കിലും ദോശയോടാണ് താല്പര്യം. അപ്പോൾ അവന് ചമ്മന്തി വേണ്ട, പഞ്ചസാര ഇട്ടെങ്ങാണ്ട് അവൻ കഴിക്കണേ കേട്ടോ. അപ്പോൾ അതേ ദോശ നല്ല രീതിയിലൊന്നും ഒരുപാട് ഹോൾസോ അങ്ങനെ ഒന്നും വരുന്നില്ല കേട്ടോ. ചെറിയൊരു ഇതിൽ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദോശയുടെ മാവ് കണ്ടിട്ട് ദോശ ചുടണോ ഇഡ്ഡലി ചുടണോ രണ്ടിനും എനിക്കതിനൊരു മൂഡില്ല കേട്ടോ. പിന്നെ ഇത്രയും അരി അരച്ചെങ്ങാണ്ടത് കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ, എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പാൽ ചായയും കൂടെ വെക്കുകയാണ്. കാരണം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നിന് നോക്കിയിരിക്കുമ്പോൾ സമയമില്ല, വെറും അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ എല്ലാത്തിനും കൂടെ. അപ്പോൾ അവനെ 1-2 ദോശ ചുട്ട് കഴിഞ്ഞ് ചായയും തിളപ്പിച്ച് കൊടുത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനെ എനിക്ക് സ്കൂളിലേക്ക് നേരത്തെ വിടാമല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പാലും ചായക്ക് തിളപ്പിക്കാനായിട്ട് അതും ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് നോക്കാൻ പറ്റുമല്ലോ. ഗ്യാസും ഇൻഡക്ഷൻ കുക്കറും ഏകദേശം അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതേ കുറച്ച് കുഞ്ഞുള്ളിയും 2 വെളുത്തുള്ളിയും 1 പകുതി തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുക്കി റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കൽ തീർന്നിട്ടൊന്നുമില്ല. 4-5 ദോശ മാത്രമേ ഞാൻ ചുട്ടുള്ളൂ കേട്ടോ. പാൽ ചായയും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇനി ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് സ്റ്റവ് കത്തിച്ചുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അവിടെ നിന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഞാനിതേ ചമ്മന്തി ആകുമ്പോൾ ഇവിടെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എനിക്കും ഉമ്മച്ചിക്കും ഇക്കാക്കും മാത്രമായിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ഉണ്ടാക്കണുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും വൈകുന്നേരം വരെ. അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാവിലെ തൊട്ടേ ഇന്നെല്ലാത്തിനും ഒരു മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. എന്തോ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം നടന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കണക്കായി പോകൂലേ, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. രാവിലെ ഇന്ന് അടുക്കളയിലേക്ക് എണിച്ച് വന്നതേ ദോശമാവ് അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ തന്നെ സകല മൂടും പോയി. പിന്നെ അത് കഴിഞ്ഞില്ലേ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണക്കമുളക് മേടിച്ചു കൊണ്ടുവരാനും ഉണക്കമുളകും തക്കാളിയും രാവിലേക്ക് പാൽ മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പച്ചമുളക് എന്നാണ് കേട്ടേ എന്ന് പറഞ്ഞു. പോയപ്പോൾ ഉണക്കമുളക് എന്ന് പറഞ്ഞെങ്ങാണ്ട് കടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മൈൻഡ് മാറിപ്പോയി പച്ചമുളകും തക്കാളിയും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴിച്ചെടുക്കണം. ആ ഒരു സമയത്തുണ്ടല്ലോ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടെങ്ങാണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ വെളിച്ചെണ്ണയ്ക്ക് അത്തിക്കിടുമ്പോൾ കളറും വരുമല്ലോ. അങ്ങനെ നമ്മുടെ ചട്ടിനി ഇതേ തക്കാളി ചട്ടിനി ഒന്ന് അരച്ചെടുത്ത് താളിച്ചെടുത്തു കേട്ടോ. കടുകും കരിയാപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഡ്ഡലി പാത്രത്തിൽ വെച്ച വെള്ളം ഒന്ന് ചൂടായി വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഡ്ഡലി ഒരു തട്ട് മാവ് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാറില്ല. ഞാൻ ഈ ഒരു തട്ടിൽ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മുകളിൽ വെക്കണ തട്ടിൻ്റെ അടിവശം താഴത്ത് വെക്കണ തട്ടിലേക്ക് തട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ താഴത്തുള്ള തട്ടിൽ ഇഡ്ഡലി അങ്ങ് പൊങ്ങി വരികയും ചെയ്യും, മുകളിലത്തെ തട്ട് ഇഡ്ഡലിയുടെ പുറത്ത് മുട്ടിയിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ മുൻവശം അങ്ങനെ കുഴിഞ്ഞിരിക്കും. പിന്നെ മാവ് കറക്റ്റായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. മുകളിൽ ഓക്കെ ആയിരിക്കും, അടിയിലുള്ളത് അങ്ങനെ ആയി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ട്രിപ്പായിട്ടാണ് ചെയ്തെടുക്കാറ്. പിന്നെ ദോശ ഉണ്ടാക്കിയ പോലെയല്ല എനിക്ക് ഈ മാവ് വെച്ചുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഒട്ടും പുളിയില്ല, പുളിച്ചു പൊങ്ങാത്ത കാരണം ഒട്ടും പുളിയില്ല. പറ്റേ അങ്ങോട്ട് ഹാർഡല്ല, നല്ല സോഫ്റ്റ് ഇല്ലെങ്കിലും ഒരു 3/4 ഭാഗത്തോളം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി കഴിക്കാം, മടുപ്പുണ്ടാകില്ല. ദോശേനക്കായും ഓക്കെയാണ് ഇഡ്ഡലി. ഈ മാവ് പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ട്രിപ്പ് ഉണ്ടാക്കി എടുത്തപ്പോൾ തന്നെ പിന്നെ എനിക്ക് മനസ്സിൽ കുറച്ച് സമാധാനം കയറി കേട്ടോ. കാരണം കഴിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട്. അരി വെള്ളത്തിലിട്ടപ്പോൾ തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് തന്നെയാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടത്. ഇത് കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും ഹാർഡായിട്ട് പോയിട്ടില്ലെങ്കിലും എന്നാലും കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. മാവ് പൊങ്ങിയിട്ടുമുണ്ട്, നല്ല രീതിയിൽ അങ്ങോട്ട് സോഫ്റ്റായി പൊങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ദോശയ്ക്ക് ആകുമ്പോൾ കുറച്ച് കട്ടിപ്പ് പോലെ തോന്നുമായിരുന്നു കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇഡ്ഡലി ആയപ്പോൾ ഓക്കെയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പിന്നെ ബാക്കി അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇപ്പോൾ ടെൻഷൻ അടിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ അത് പോയൊന്നും വിചാരിച്ചും കൊണ്ട് അതിന് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങോട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. പിന്നെ എല്ലാത്തിനും താമസമായിരിക്കും. അപ്പോൾ പിന്നെ ആ ഒരു കാര്യം മൈൻഡിൽ നിന്ന് വിട്ടു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് 2 പേർക്കും ഞാൻ ചായ എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു ദിവസം കൂടെയല്ലേ ഉള്ളൂ സ്കൂള്. ഇന്ന് ഇപ്പോൾ പരീക്ഷയൊന്നുമില്ല, വ്യാഴാഴ്ച വരെ പരീക്ഷ ഉണ്ടായുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ, എന്തെങ്കിലും ചെറിയൊരു കേക്ക് മുറിക്കലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവൻ ഇന്ന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ ചോറ് കഴിക്കാനുള്ള ഒരു പ്ലേറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ അതേ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്നാക്സിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് സ്നാക്സ് ബോക്സ് വേണ്ട കേട്ടോ. അപ്പോൾ വെള്ളം ആക്കിയിട്ടുണ്ട്. പിന്നെ അതേ പുള്ളി
റെഡ് ബനിയനൊക്കെ ഇട്ടിട്ടുണ്ട്, റെഡ് പാൻറ് ഉണ്ടായില്ല. പിന്നെ വൈറ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ പിന്നെ ജീൻസിൻ്റെ പാൻറ് തന്നെ ഇടിയിച്ചു കൊടുത്തു. പിന്നെ തൊപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ M4 ടെക്കിൻ്റെ മച്ചാൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ 2 എണ്ണം മച്ചാൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് ഇക്ക കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ പണികളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൊച്ചിനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി കണ്ട് ബസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കഴിഞ്ഞു, അലക്കും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള പണി അടിച്ചു വാരി തുടക്കലും പിന്നെ അതുപോലെ തന്നെ തുണി അലക്കി പിഴിഞ്ഞെടുക്കലുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞതുകൊണ്ട് തന്നെ പകുതി സമാധാനമാകുമല്ലോ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കട്ടൻ ചായ കുടിക്കലും അതും പതിവിലില്ല കേട്ടോ. ഇന്നിപ്പോൾ അലക്കാൻ ഇറങ്ങിയതുകൊണ്ട് നേരത്തെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. പിന്നെ അത്രയും തുണിയൊക്കെ അലക്കി കയറിങ്ങാണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വയറിന് ഭയങ്കര ഒരു എന്തോ ഒരു വിഷമം പോലെ കേട്ടോ. ഭയങ്കര ഒരു എരിച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തങ്ങാണ്ട് പാൽ ചായ എടുത്ത് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറ്റി വിട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇതേ ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയും പാത്രത്തിലേക്ക് എടുത്തപ്പോൾ തന്നെ അച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ അവനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഉള്ളത് ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ടു. പിന്നെ അത് കൂടാണ്ട് ഇക്ക രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറഞ്ഞു ഇന്ന് ഒട്ടും പുളിയില്ലാത്ത ഇഡ്ഡലിയൊക്കെ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല രസമുണ്ട്. എന്തായാലും എനിക്കും 2 എണ്ണം കൂടെ വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് തന്നെ വിളമ്പി കേട്ടോ. അങ്ങനെ അതെ അച്ഛൻ കഴിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ കൊച്ചിനെ കൊണ്ടുപോയി വിട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്കും തന്നെ ഉമ്മച്ചി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് കുറേ ഗുളികയൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ നേരത്തെ ചായ കുടിച്ചാലല്ലേ നേരത്തെ ഗുളിക കഴിക്കാൻ പറ്റുള്ളൂ. രാവിലെ 8 മണി മുതൽ ഗുളിക കഴിക്കാനുണ്ട് കേട്ടോ. പിന്നെ അതേ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അലക്കി തുണിയെല്ലാം ഞാൻ അഴയിലേക്ക് വിരിച്ചിട്ടു കേട്ടോ. എല്ലാ തുണിയും തന്നെ വിരിച്ചിട്ടപ്പോഴത്തേക്കും വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അകത്താണ് കേട്ടോ പണി. അപ്പോൾ അതേ എല്ലാ അഴയിലും തുണി വിരിച്ച് കഴിഞ്ഞിട്ട് ബക്കറ്റിൽ പിന്നെയും തുണി എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോഴീനെയും തുറന്നിട്ടു. കോഴിക്ക് രാവിലെ അരി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കോഴിത്തള്ളേനെയും പുള്ളേരെയും അതിനെ ഞാൻ നെറ്റിലേക്ക് തന്നെ പിടിച്ചിട്ടു കേട്ടോ. രാത്രി ആയി കഴിയുമ്പോൾ അകത്തേക്ക് പിടിച്ചിടും, പകലായി കഴിയുമ്പോൾ നെറ്റിലേക്ക് പിടിച്ചിട്ടു കേട്ടോ. നെറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുത്തി തുളച്ചിങ്ങാണ്ട് മിക്ക സമയത്തും പുറത്തിറങ്ങി പോകും, വീണ്ടും പിടിച്ചിങ്ങാണ്ട് നെറ്റിലേക്ക് ഇടും. അങ്ങനെയാണ് കേട്ടോ. നിൽക്കേ ഇല്ല കേട്ടോ. 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് കീരി കൊണ്ടുപോയി കേട്ടോ. ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തലക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അതേ ഇക്കായും പോയി. പിന്നെ അവനും സ്കൂളിലേക്കും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവരിട്ടേക്കണയൊക്കെ വീണ്ടും തുണി കഴുകാറായി. അങ്ങനെ അലക്കാനുള്ളത് പിന്നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടു കേട്ടോ. അപ്പോഴാണ് ഇനി പെരി അടിക്കാമെന്ന് വിചാരിച്ച് ചൂലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഫീസറിൽ ഞാൻ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടോ. എന്നാൽ പിന്നെ അതങ്ങ് നന്നാക്കി എടുക്കാം, എന്നിട്ട് വീടൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടോ. കറി അടുപ്പത്തേക്ക് വെക്കണം. ആ ഒരു സമയത്ത് നമുക്ക് മീൻകറി വേവാനായിട്ട് താമസം ഉണ്ടല്ലോ. അപ്പം ആ ഒരു സമയത്തേക്ക് പെര അടിച്ച് വരാമെന്ന് വിചാരിച്ചു. ചൂല അവിടെ ഇട്ടെങ്ങാണ്ട് മീൻ പോയി നന്നാക്കി എടുത്തുകൊണ്ട് വന്നു. അത് കഴുകിയെടുത്തു. പിന്നെ തലേദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കഴുകിയെടുത്ത് ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ കഞ്ഞിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അടുപ്പം തരയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അതുപോലെ തന്നെ മീൻ കറി വയ്ക്കാനാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മളെ അടുപ്പിൻ്റെ സ്ലാവൊക്കെ ഉണ്ടല്ലോ, അടുപ്പം തറയൊക്കെ അതേ പൊട്ടി പൊളിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരടുപ്പ് നേരത്തെ തൊട്ടേ ഞങ്ങളിവിടെ വരുമ്പോൾ തൊട്ടേ പോയിരിക്കണമായിരുന്നു. കുറച്ച് ഇങ്ങനെ കമ്പി അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാലും തീ കത്തിച്ച് തുടങ്ങാമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊക്കോയൊക്കെ ഉണക്കുന്ന സമയത്ത് ഓവർ ചൂടല്ലേ അടുപ്പിന് വന്നത്. അപ്പോൾ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇരുമ്പൊക്കെ പൊടിഞ്ഞ് ദ്രവിച്ചു പോയിട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ അടുപ്പം തരയൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഇന്ന് വറ്റൽമുളക് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞപ്പോൾ മാറിപ്പോയതല്ല, മേടിച്ചപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മറന്നു പോയതാണ് കേട്ടോ. ഉണക്കമുളക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പച്ചമുളകാക്കി. അങ്ങനെയാണെന്ന് തോന്നിയങ്ങാണ്ട് പിന്നെ രണ്ടാമത് വിളിച്ചൊന്നുമില്ല. പച്ചമുളകും തക്കാളി ആയിരിക്കും എന്ന് വിചാരിച്ച് പച്ചമുളകും തക്കാളിയും മേടിച്ചുകൊണ്ടെന്ന്. പിന്നെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞങ്ങാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമിൻ്റെ പാത്രത്തിലിട്ടാണ് കേട്ടോ വെക്കുന്നത്. എടുക്കുന്ന സമയത്ത് കഴുകിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ ഞെടുപ്പ് ഭാഗം കളഞ്ഞങ്ങാണ്ട് ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. പിന്നെ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ള പണി തോന്നാറ്, എപ്പോഴും അലക്കണ പണിയായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറ്. കാരണം കൈക്കിലെ തുണിയും അടുപ്പും തട തുടയ്ക്കുന്നതും വീട് തുടക്കണയൊക്കെ ആയിട്ടുള്ളത് അത് വേറെ ഉണ്ടാകും. ചിലപ്പോൾ മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വാശിയൊക്കെ പിടിച്ച് നിക്കറിൽ മൂത്രമൊഴിക്കും, പെരയ്ക്കകത്ത് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ തുണികൾ അങ്ങനെ ഉണ്ടാകും കഴുകാനായിട്ട്. പിന്നെ നല്ല തുണികൾ ഞങ്ങളെല്ലാവരും ഇട്ടേക്കുന്ന ഡ്രസ്സുകളൊക്കെ കഴുകാനുണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ഓരോ ഐറ്റം തിരിച്ച് കഴുകുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും കേട്ടോ. കുറേ തുണി കഴുകാനുണ്ടാകും. ഇന്ന് പലക്ക് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടോ. പിന്നെ അങ്ങോട്ടുള്ള പണികളൊക്കെ കുറച്ച് പതിയെ എടുത്താലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ മുളകൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് അടുപ്പും തരം ഒന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സിങ്കും തന്നെ എല്ലാം ഒന്ന് തേച്ച് കഴുകി എല്ലാ പണിയും കഴിച്ചിട്ടു കേട്ടോ. ഇനി ഇതൊക്കെയാണ് മീൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മീൻ കറി വെക്കണം.
കഞ്ഞി തിളച്ച് തുടങ്ങി കേട്ടോ. ഇനി കഞ്ഞി ഒന്ന് വാർത്തിട്ട് വേണം മീൻ കറി വെക്കാനായിട്ട്. അപ്പോൾ ചോറ് ഉച്ചക്കത്തേക്ക് തികഞ്ഞില്ലെങ്കിലും ഇത്രയും ചോറുണ്ട്. ഇത് കണ്ടോ, ഇത്രയും ചോറുണ്ട് ഉച്ചക്കത്തേക്ക്. അപ്പോൾ ഇനി തികഞ്ഞില്ലെങ്കിലും കറി വെച്ച് കഴിഞ്ഞിട്ട് അരി ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചോറ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ താമസമായിരിക്കുമല്ലോ കറി വെക്കാനായിട്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചോറ് ഞാൻ തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞ് ആദ്യം കറി ഉണ്ടാക്കിയിട്ട് പിന്നെ അരി ഇടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്കും കൂടെ അരി ഇടാമല്ലോ. അപ്പോൾ അതെ കഞ്ഞി വെള്ളം കുറച്ചധികമായിരുന്നു കേട്ടോ. കാരണം തിളപ്പിച്ച് നമ്മൾ വാർക്കാനായിട്ടുള്ള ചോറിന് ഞാൻ ചോറിൻ്റെ മുകളിൽ വെള്ളം വെക്കും കേട്ടോ. എന്നിട്ട് വെള്ളം പതിഞ്ഞ് വരുന്ന ഒരു സമയത്ത് തന്നെ വാർത്തെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കമത്തി കഴിഞ്ഞപ്പോൾ പുറത്തേക്കൂടെ വെള്ളം പോയിട്ടോ. ചൂടുവെള്ളം ആയതുകൊണ്ട് കുറച്ച് കയ്യെ തട്ടിയപ്പോൾ ചെറിയൊരു ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ സ്റ്റെക്കായി നിന്നേ കേട്ടോ. കയ്യിലേക്ക് ആ ചൂട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മീൻ കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ആ ഒരു ചട്ടി ചൂടായി തന്നെ അത്ര സമയം കൊണ്ട് തന്നെ അടുപ്പം തറ ഞാനൊന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അടുപ്പിൻ്റെ ഈ തറയുണ്ടല്ലോ, നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് പെയിൻറ്റ് അടിക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. മനസ്സുകൊണ്ട് അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ട്. ഒന്ന് പെയിൻറ്റ് അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ, കറുത്ത പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്ലേസിങ് കിട്ടുമല്ലോ. ഇതിപ്പോൾ പെട്ടെന്ന് തുടയ്ക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആഴ്ചയിൽ തുണി മാറ്റണം. കാരണം തുണി പെട്ടെന്ന് ഇങ്ങനെ സിമെൻറ്റിൻ്റെ തറയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞത് പെട്ടെന്ന് കീറിപ്പോണ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ തുണി മാറ്റണം. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് പെയിൻറ്റ് അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ച് അങ്ങനെ ഒരു ഇതുണ്ട്, മനസ്സിലൊരു തോന്നലുണ്ട്. ആയിക്കോട്ടെ, ഞാൻ 2-3 ദിവസം മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. നോക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താകുമോ എന്തോന്നറിയില്ല ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ മീൻകറി വയ്ക്കാനുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടു കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി. ഇപ്പോൾ തക്കാളിയുടെ ഒരെണ്ണത്തിൻ്റെ പകുതിയേ എടുത്തുണ്ടായുള്ളൂ. അപ്പോൾ ബാക്കി പകുതി ഇനിയിപ്പോൾ അവിടെ ഇരുന്നാലും ഇന്നത്തെ ദിവസം എടുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നാളെ ഇനിയിപ്പോൾ എന്ത് കറി വെക്കുന്നത് നാളെയല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കളയാൻ പറ്റില്ലാത്ത കാരണം ഞാൻ ആ തക്കാളി ഇതേ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുത്തു കേട്ടോ. മീൻകറി വയ്ക്കുമ്പോൾ ഞാൻ സാധാരണ തക്കാളി ഉപയോഗിക്കാറേ ഇല്ല. തക്കാളി ഇട്ടെങ്ങാണ്ട് മീൻകറി വയ്ക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്തായാലും ആ തക്കാളി കളയാൻ പറ്റില്ലാത്ത കാരണം മീൻകറിയിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി മീൻകറി ഇവിടെ ഇരുന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും അടിച്ച് വാരി ഒന്ന് തുടയ്ക്കണം. പിന്നെ ഞാനിതേ ചോറ് ഞാൻ കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഞ്ഞിക്കലം ഒന്ന് തേച്ച് കഴുകി എടുത്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ മീൻകറി റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പുറകെ അരി ഇടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തും കൂടെ ചോറാകുമല്ലോ. പിന്നെ 2 ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തോരനും കൂടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ നേരത്തെ ആയിരുന്നു. രാവിലെ എണീച്ചപ്പോൾ മൂഡ് കുറവാണെങ്കിലും പിന്നെ അങ്ങോട്ട് എല്ലാം ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.